ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഇന്ന് വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ്. ഇത് പ്രത്യേകത എന്ന് പറയാനുള്ള പ്രധാന കാരണം നമ്മൾ മിക്ക ചോദ്യങ്ങളും ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് എങ്കിൽ പോലും പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് ആ ഉത്തരങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് തരണമെന്ന് പലരും കമൻസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചറിയാൻ. എന്തിനെ പറ്റിയാണ് എന്ന് നിങ്ങൾക്കറിയാം, തംബ്നെയിൽ കണ്ടു കാണും. വിദ്യാലയ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഗ്രൂപ്പുകൾ, അവയുടെ ഫുൾ ഫോം, അതിൻ്റെ ആവശ്യകത എന്നതിനെ പറ്റിയെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങളോടൊരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നമുക്ക് പറയാം ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടു കാണും. PTA, SRG, SPG, ക്ലാസ് PTA, മദർ PTA, SPC, NCC, ORG, SSG. ഇതെല്ലാമാണ് നമ്മൾ പറയുന്നത്. ഇതിൽ പലതും റിപ്പീറ്റഡ് ആണ്, പലതും അറിയുന്നതാണ്. ഈസി ആയിട്ടുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ക്ലാസ് PTA, മദർ PTA ഇതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ട് നിങ്ങൾ ഇത്രയും തറവായിട്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക്കാണ്. അതിനെപ്പറ്റി ഞാൻ എന്തായാലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനെ തുടർന്ന് നമുക്ക് എന്നാൽ വളരെ ആരും തന്നെ ഞാൻ പല ഗ്രൂപ്പുകളും അതല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളും ഇതിനെപ്പറ്റി വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. യൂട്യൂബിൽ ഇതൊക്കെ അടിച്ചു നോക്കുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അടിച്ചു നോക്കുമ്പോൾ വ്യക്തമായിട്ട് ഒന്നിനെ പറ്റിയും ഒരു ചാനലിലും പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് അന്വേഷിച്ച് ഒരുപാട് ഞാൻ റിസർച്ച് ചെയ്തു. എന്നിട്ടാണ് ഇത്രയൊക്കെ പോയിന്റ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. PTA നിങ്ങൾക്കറിയാം, പാരന്റ് ടീച്ചർ അസോസിയേഷൻ. മറ്റൊന്ന് SRG മീറ്റിംഗ് ആണ്. SRG മീറ്റിംഗ് എന്നതിനുപരി SRG എന്നതിൻ്റെ ഫുൾ ഫോം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. SRG എന്നാൽ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്. SRGയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എപ്പോഴും SRGയുടെ ഏറ്റവും പ്രധാന തലവൻ എന്ന് പറയുന്നത് HM ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്നൊക്കെ പറയാം. പിന്നെ അതിനൊരു കൺവീനർ ഉണ്ടായിരിക്കും. അംഗങ്ങളായിട്ടുള്ളത് മറ്റ് അധ്യാപകരായിരിക്കും. അതിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും SRG മീറ്റിംഗ് നമ്മൾ വിദ്യാലയങ്ങളിൽ ചെയ്യുന്നത്. അതുപോലെ ആരൊക്കെയാ പങ്കെടുത്ത, പ്രധാന തീരുമാനങ്ങൾ എന്താണ്, ഇതെല്ലാം തന്നെ നമ്മൾ ഒരു പുസ്തകത്തിലായിട്ട് കുറിച്ചു വയ്ക്കുന്നതായിരിക്കും. SRG മീറ്റിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ SRG എന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നാണ് എടുത്തു ചോദിച്ചിട്ടുള്ള ചോദ്യം. തീർച്ചയായിട്ടും വിദ്യാലയത്തിലെ അക്കാദമികമായിട്ടും അക്കാദമിക ഇതര പ്രവർത്തനങ്ങളും ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ സഹായകമായ വാർഷിക കലണ്ടർ, മാസ കലണ്ടർ, ദിനാചരണ കലണ്ടർ ഇതെല്ലാം തന്നെ ആസൂത്രണം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. പഠിക്കേണ്ട പാഠഭാഗങ്ങളിൽ നിന്നും കുട്ടി നേടേണ്ട പഠന നേട്ടങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും നൽകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തൽ, ക്ലാസ് പ്രവർത്തനങ്ങളിൽ പഠന നേട്ടങ്ങൾ നേടാനായിട്ട് പ്രയാസം നേരിടുന്ന കുട്ടികളെയൊക്കെ കണ്ടെത്തി അതിനെന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യാം എന്നൊരു ചർച്ച, അതുപോലെ തന്നെ അധ്യാപക ശാക്തീകരണം, CPTA പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ടോ, സ്കൂൾ തല പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകൽ,
ഇതെല്ലാമാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയുന്നത്. ഇതിനെയെല്ലാം ഇത്തരം ലക്ഷ്യങ്ങളെല്ലാം മുന്നിൽ കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസം തെരഞ്ഞെടുത്ത് അതിൽ ഇവിടെ ആസൂത്രണങ്ങളും പ്രശ്നപരിഹരണവും നടത്തുകയാണ് സാധാരണ SRGയിൽ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയെ പറ്റി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. SMC അതാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. ഇതിന്റെ ചുമതലകൾ എന്ന് പറയുന്നത് വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക, അതുപോലെ വിദ്യാലയ വികസന പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നു എന്നും രക്ഷാകർത്താക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നും കുട്ടികളുടെ ഹാജർ, പഠനശേഷി, പഠന പുരോഗതി ഇതൊക്കെ രക്ഷാകർത്താക്കളെ അറിയിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് 1 വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം ആവശ്യമാണെങ്കിൽ അത് നടത്താം. കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായിട്ടും തടയുക. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, പ്രവേശനം നൽകാതിരിക്കൽ, സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കുക എന്നുള്ളതും SMCയുടെ ഒരു കടമയാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ SMC എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്കൂളുകളിൽ തുടങ്ങിയത്. ഇതിൽ തീർച്ചയായിട്ടും കൺവീനർ, ജോയിന്റ് കൺവീനർ ഇങ്ങനെ ഒരുപാട് അംഗങ്ങളുണ്ട്. അതായത് SMC എന്ന് പറയുമ്പോൾ HMഉം അതുപോലെ തന്നെ രക്ഷാകർത്താക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും അവിടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത്, വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിൽ എന്നിവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ എല്ലാം ഒരു പ്രതിനിധി, ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവര് സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുകകൾ സംബന്ധിച്ച ഒരു വരവ് ചെലവ് കണക്ക്, വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ, പഠന പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് താഴെ വരുന്ന കാര്യങ്ങളാണ്. ക്ലാസ് PTA പറ്റി നമ്മൾ മുൻപ് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണാം. അതിനെപ്പറ്റി പ്രത്യേകമായിട്ടൊന്ന് എടുത്ത് പറയാനുള്ളത് 1 മാസത്തിൽ ഒരിക്കൽ ചേരേണ്ടതാണ് എന്നുള്ളൊരു കാര്യമാണ്. അത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മദർ PTAയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. അടുത്തതായിട്ട് SPC, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, ഈ ഒരു ടോപ്പിക്കാണ്. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്നത് 2010 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കുട്ടികളിൽ പൗരബോധം, ലക്ഷ്യബോധം, സാമൂഹിക പ്രതിബദ്ധത, സേവന സന്നദ്ധത ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം, പരിസ്ഥിതി സംരക്ഷണ ബോധം, പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധത വളർത്തിക്കൊണ്ടുവരിക. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും ദുരന്തങ്ങൾ വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാനുമുള്ള മനോഭാവം കുട്ടികളിൽ വളർത്തുക. ഒപ്പം തന്നെ സ്വഭാവശുദ്ധിയും പെരുമാറ്റശീലത്തിലൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇതെല്ലാമാണ് നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് എന്നുള്ളത് കൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുത്ത കുറച്ച് കുട്ടികളാണ് ഈ ഒരു സംഘടനയിൽ ഉണ്ടായിരിക്കുക. ഇതൊരു പദ്ധതിയാണ് ഇതിലുണ്ടായിരിക്കുക. അടുത്തതാണ് NCC എന്നുള്ളത്. NCC എന്ന് പറഞ്ഞാൽ നാഷണൽ കാഡറ്റ് കോർപ്സ്. നാഷണൽ കാഡറ്റ് കോർപ്സ്
അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു സഹായക നിരയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഒന്നാണിത്. ഇത്തരത്തിൽ സന്നദ്ധരായെത്തുന്ന വിദ്യാർത്ഥികളെയാണ് NCCയിൽ പങ്കെടുപ്പിക്കുന്നത്. NCCയിൽ അംഗമായിട്ടുള്ള വ്യക്തികളെ കേഡറ്റ് എന്നാണ് വിളിക്കുക. മറ്റൊരു പ്രധാന കാര്യം ചിട്ടയായിട്ടുള്ളൊരു പരേഡും ലഘുവായിട്ടുള്ള ആയുധ ഉപയോഗങ്ങളുമെല്ലാം ഇവർക്ക് നൽകാൻ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ് സാധാരണയായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് NCCയുടെ ലക്ഷ്യങ്ങളാണത്. ആ കുട്ടി NCC മെമ്പർ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് നമ്മളൊന്ന് കേട്ടു പോവുക. ഏതെങ്കിലും വിധത്തിൽ നമ്മളോട് ചോദ്യം വരികയാണെങ്കിൽ അറിഞ്ഞിരിക്കണമല്ലോ. ഇത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ്. യുവാക്കൾക്കിടയിൽ സ്വഭാവ ഗുണം, ധൈര്യം, സഹവർത്തിത്വം, അച്ചടക്കം, നേതൃത്വ ഗുണം, അതുപോലെ സാഹസിക മനോഭാവം, കായിക മനോഭാവം, അതുപോലെ നല്ലൊരു പൗരനായി മാറുക, ഈ ഗുണങ്ങളെല്ലാം കൈവരിക്കുക, ഒപ്പം നല്ലൊരു പൗരനായി മാറുക. ഇതാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇത്തരത്തിൽ നമ്മൾ ഇവിടെ NCCയിൽ ചേരുന്ന കുട്ടികളെല്ലാം തന്നെ ഒരു നേതൃത്വ ഗുണം പ്രകടിപ്പിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സായുധ സേനയിൽ ഭാവിയിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് അധികം NCC എന്നുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറാറ്. യുവാക്കൾക്കിടയിൽ സായുധ സേനയിൽ ചേരുന്നതിനുള്ളൊരു മാർഗദർശനം നൽകാനുള്ളൊരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അടുത്തതാണ് NSS, നാഷണൽ സർവീസ് സ്കീം. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ അക്കാദമിക് ആയിട്ടുള്ള നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങളെ സമൂഹവുമായിട്ട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതൊരു പ്രവർത്തിക്കുന്നത്. സാമൂഹിക സേവനത്തിലൂടെ വിദ്യാർത്ഥികളിലെ വ്യക്തിത്വ വികസനത്തിനുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടി എന്ന് നമുക്കിതിനെ വേണമെങ്കിൽ പറയാം. സാമൂഹിക സേവനം ആണ് ഇതിലെ മെയിൻ, പക്ഷെ അതിലൂടെ കുട്ടികളിലെ വ്യക്തിത്വ വികാസം തീർച്ചയായിട്ടും വളരെ നല്ലൊരു യുവജന പ്രസ്ഥാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ഇതൊന്നും വ്യത്യാസമില്ലാതെ ഏവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തുല്യ അവസരങ്ങൾ നൽകിയിട്ടാണ് കുട്ടികളെ ഇവർ വളർത്തിക്കൊണ്ടുപോകുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ്. വളർന്നു വരുന്ന ഒന്നാണ് NCC എന്നുള്ളത്. പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള രാജ്യസ്നേഹികളായ ഒരു കൂട്ടം പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. വിദ്യാർത്ഥികളിലെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ കഴിവുകൾ ആഴത്തിൽ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർക്ക് നൽകുന്നു. മറ്റൊന്നാണ് ORC. ORCയുടെ ഫുൾ ഫോമാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ. ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2-3 പേരോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും പലർക്കും ഉത്തരം അതിൽ തന്നെ എന്നോട് പറഞ്ഞതിൽ 2 പേർക്ക് കിട്ടിയില്ല. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ് ORC, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നത്. കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം, ഇതാണ് ORC എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് സ്കൂള്, വീട്, സമൂഹം ഇവയെല്ലാത്തിൻ്റെയും ക്ഷേമം ഉൾപ്പെടുത്തി അവരെ കുട്ടികൾ പലരും പല രീതിയിലുള്ളവരാണ്. അവർക്ക് പലപ്പോഴും ചില വൈകൃതങ്ങൾ അല്ലെങ്കിൽ ദുർബലതകൾ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ, സ്കൂൾ, വീട്, സമൂഹം ഇവരുടെ പിന്തുണയോടുകൂടി ശാസ്ത്രീയമായിട്ട് പരിഹരിക്കുകയും ജീവിതത്തിൽ നല്ല കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ ശക്തി ഏതാണ് അവരുടെ ശക്തി അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ORC എന്നുള്ള ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലാണ് ഇത് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കുറച്ചുകൂടി കൂടുതൽ പറയാം. കാരണം ഏത് വിധത്തിലാണ് ചോദ്യങ്ങൾ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി കുറച്ചുകൂടി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ പെരുമാറ്റം, പഠനം, അതുപോലെ സാമൂഹിക മാനസിക രീതികളൊക്കെ
മാറ്റിയെടുക്കുക. അതായത് പല കുട്ടികളും പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇവരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ അവരെ മാറ്റിയെടുക്കുക, ആ തരത്തിൽ കൈകാര്യം ചെയ്യുക കുട്ടികളെ. പലരും അപകട സാധ്യതയുള്ള കുട്ടികളുണ്ട്. അവരുടെ ഒരു സംരക്ഷണം, അതായത് അവർക്ക് അപകടങ്ങളൊന്നും വരുത്താതെ, അവർ മറ്റുള്ളവർക്ക് അപകടങ്ങളൊന്നും വരുത്താതെ അവരുടെ ഒരു സംരക്ഷണം ഉറപ്പാക്കുക. അതിന് ടീച്ചേഴ്സ് എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്തു നിന്നൊരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ പേരൻസിനെ അറിയിക്കുക. പേരൻസിൻ്റെയും സമൂഹത്തിൻ്റെയും ടീച്ചറുടെയും ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ആ ഒരു കുട്ടിയെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. പെരുമാറ്റമായിട്ടും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ഉറപ്പാക്കുക എന്നുള്ളത് ഈ ORC എന്ന ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇവർക്ക് മികച്ച രീതിയിൽ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് മികച്ച രീതിയിൽ ജീവിതത്തിൽ ഉള്ള കഴിവുകൾ സ്വായത്തമാക്കാനുള്ള അവസരം നൽകുക. ഇതൊക്കെയാണ് നമ്മൾ ORC അഥവാ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് 2 വട്ടം. SSG സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, അതായത് ഒരു സ്കൂളിൻ്റെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനായിട്ട് രൂപീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. തീർച്ചയായിട്ടും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ അധ്യാപകരും രക്ഷിതാക്കളും കൂടാതെ ആ ഒരു സമൂഹത്തിൽ, അതായത് ആ സ്കൂളിനോട് ചേർന്ന് ഒരുപാട് വ്യക്തികൾ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കെല്ലാം ഇതിൽ ഒത്തൊരുമിച്ച് സ്കൂളിൻ്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കാം. അത്തരത്തിലൊന്നാണ് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്നുള്ളത്. അവരുടെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെ സ്കൂളിൻ്റെ ഒരു ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാവരും സഹകരണത്തോടെ പ്രവർത്തിക്കുക. ഇതാണ് മെയിൻ ലക്ഷ്യം. പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇതിനില്ല. ഇതിൽ നിന്നും മറ്റൊന്ന് പറയാത്ത ഒന്നുള്ളത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG എന്നതാണ്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും ജുവനൈൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഇരയാകുന്നതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുമായിട്ടാണ് ഇത്തരം ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഓക്കെ, ഇതിൽ മിക്ക സ്കൂളുകളിലും ഇത്തരത്തിലൊരു സ്ഥാപനം ഇന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ വാർഡ് മെമ്പർ, കൗൺസിലർ, സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതാവ് അതായത് ലീഡർ, അതുപോലെ തന്നെ സന്നദ്ധതയുള്ള രക്ഷിതാക്കൾ, അധ്യാപകർ, സ്റ്റാഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ ഒരു വ്യാപാരി, അതിനോടൊപ്പം ചേർന്ന് ഓട്ടോ ഡ്രൈവർ, ഇത്തരത്തിലുള്ള വ്യക്തികളെ കൂടി ഇതിൽ പങ്കാളികളാക്കുന്നുണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ. ഇതെല്ലാം തന്നെ സ്കൂളിൻ്റെ ഈ പ്രവർത്തനത്തിനോട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം. ഇതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് പറയാനുള്ളത്, പോലീസുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ പരിസരത്തും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിലും ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുക, മയക്കുമരുന്നുകൾ അതിൻ്റെ വിതരണം, അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, പാൻ മസാല, ലഹരി പാനീയങ്ങൾ മുതലായവയുടെ വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക, അതെല്ലാം ഉന്നത തലത്തിലുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുക, ക്ലാസ് സമയങ്ങളിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും സമീപത്ത് അലഞ്ഞു തിരികുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് വിവരം ശേഖരിക്കുക, ആവശ്യമായ സ്ഥലങ്ങളിൽ അത് വെളിപ്പെടുത്തുക. മറ്റൊന്ന്, നിയമവിരുദ്ധമായോ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും കുട്ടികളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അത്തരത്തിൽ സ്കൂളിനോട് ചേർന്ന് ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക. ഇത് കുട്ടികൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രദേശത്തെ വ്യവസായ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യവസായികൾ
ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നുള്ള സാധാരണ ജനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. അല്പം ലെങ്തി ആയി പോയി, ചെറുതാക്കി ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഏത് വിധേനയാണ് ചോദ്യം വരിക എന്നറിയില്ലല്ലോ. നമ്മൾ SRG, SMC, ക്ലാസ് PTA, മദർ PTA, NCC, SPC, ORC, SSG ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നല്ലൊരു ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്ദി.